വയനാട്ടിൽ നിന്നുള്ളൊരു വാർത്തയിലേക്കാണ്. വയനാട് പുൽപ്പള്ളി കവലമറ്റത്ത് കാട്ടാനശല്യം രൂക്ഷം. വീടിന് മുന്നിൽ ഉണക്കാനിട്ട നെല്ല് കാട്ടാന തിന്നു. വനാതിർത്തിയോട് ചേർന്ന ഒരു പ്രദേശമാണിത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സുർജിത്ത്, ഇതിങ്ങനെ ദിവസേന എന്നോണം കാട്ടാനയുടെ ശല്യം, കർഷകരും അല്ലാത്ത പ്രതിസന്ധിയിലാണ്. ഈ നെല്ല് തിന്നു എന്ന് പറയുമ്പോൾ എനിക്കത് അത്ഭുതം തോന്നുന്നു. കാട്ടാന അതെങ്ങനെയാണ് ഈ നെല്ല് കൊയ്തെടുത്തിട്ടില്ല അതോ കൊയ്ത് കൊണ്ടുവന്ന നെല്ലാണോ തിന്നത്? എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാക്കുന്നത്? വലിയ പൊല്ലാപ്പാണ് നാട്ടുകാരെ സംബന്ധിച്ചുള്ളത്. പ്രത്യേകിച്ച് വയനാട്ടുകാരെ. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ ആളുകളുടെ ജീവിതമെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി തന്നെയാണ്. ആ ഒരു പ്രതിസന്ധിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ദൃശ്യങ്ങൾ തെളിയിക്കുന്നത്. ഇത് പൂതാടിയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. കവലമറ്റം എന്നാണ് പ്രദേശം. പാലക്കാപ്പറമ്പിൽ രാഘവന്റെ വീട്ടിന് മുന്നിലേക്കാണ് കാട്ടാന എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടൊരു ചിത്രം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നത്, രാഘവൻ ഇങ്ങനെ നിൽക്കുന്ന ഒരു ചിത്രം കൂടി ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം പുലർച്ചെ 4:30യോടെയാണ് കാട്ടാന എത്തിയത്. 60ഓളം കിലോ നെല്ല് ഉണക്കാനിട്ടിരുന്നു. പുഴുങ്ങിയ ശേഷം ഉണക്കാനിട്ടതാണ്. അത് വന്ന് അതിലെ ഏറിയ പാടും തിന്നു. അതിനുശേഷം ബാക്കിയുള്ള നശിപ്പിച്ചു. അവിടുത്തെ പച്ചക്കറി മുഴുവൻ നശിപ്പിച്ചു. അത് കർഷകരുടെ മേഖലയാണ്, അതെല്ലാം തന്നെ നശിപ്പിച്ചു. അതിൽ കുരുമുളകുണ്ട്, ഒപ്പം തന്നെ കമുകുണ്ട്, കപ്പളമുണ്ട്, അങ്ങനെ അത്തരത്തിലുള്ള എല്ലാ കൃഷിയും വലിച്ചിട്ട് നശിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രദേശത്ത്, ഇതിന് തൊട്ടടുത്തുള്ള പ്രദേശമാണ് ഈ ഗാന്ധിനഗർ, വട്ടത്താണി, അഴീക്കോടൻ നഗർ, അതോടൊപ്പം തന്നെ മരിയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ സമാനമായ രീതിയിൽ തന്നെ കാട്ടാനശല്യം രൂക്ഷമായ മേഖലയാണ്. സ്ഥിരമായി ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് പതിവാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പലയിടങ്ങളിലും ഈ കൽമതിലുണ്ട്. ആ കൽമതിൽ പൂർണ്ണമായും പലയിടത്തും തകർക്കപ്പെട്ട നിലയിലാണ്. കാട്ടാന തന്നെ തകർത്തതുണ്ട്. സ്വാഭാവികമായും ഈ തകർത്ത അനുഭവങ്ങളുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഒരാഴ്ച മുമ്പ് കവലമറ്റത്ത് കച്ചവടം നടത്തുന്ന തങ്കമ്മ, ജഗത എന്നീ 2 സ്ത്രീകൾ കാട്ടാനയുടെ മുന്നിൽ നിന്ന് രാത്രി അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഇത്തരത്തിൽ മുന്നിൽ കാട്ടാന വന്ന് പെടുന്ന ഒരു അവസ്ഥ പൊടുന്നനെ ഉണ്ടാകുന്നൊരു രീതിയുണ്ട്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. ആശങ്ക തെളിയിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. സ്മിത, ക്രിസ്റ്റീന. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി ചേർന്നത്. നമ്മൾ ഒരു കൗതുകമൊക്കെ തോന്നുമെങ്കിലും ആ പ്രദേശത്ത് ജീവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഇത്തരം വാർത്തകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.